എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പാലങ്ങളിൽ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കി വെക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പാലം നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ ഒരു ഘട്ടമാണ് അതിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റ് അഥവാ ലോഡ് ടെസ്റ്റ് എന്നത്. പാലത്തിന് പറയപ്പെടുന്ന ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് കണ്ടെത്തി ഉറപ്പുവരുത്തുന്നതാണ് പാലത്തിൻ്റെ ലോഡ് ടെസ്റ്റ്. പാലത്തിൻ്റെ പില്ലറുകൾക്കും ബീമുകൾക്കും പറയപ്പെട്ട ഭാരം താങ്ങുവാനുള്ള ശേഷിയും ഉറപ്പും ഉണ്ടോ എന്ന് വിലയിരുത്തപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. ഒരു പാലത്തിൽ ഭാരപരീക്ഷണം നടത്തുന്നതിനായി ആദ്യം പാലത്തിന് താഴെയായി പാലം താഴേക്ക് ചെലുത്തുന്ന പ്രഷർ അളക്കുന്നതിനായി ചെറിയ മീറ്ററുകൾ സ്ഥാപിക്കുന്നു. പാലത്തിന് മുകളിൽ ഉയർന്ന ഭാരം വരുമ്പോൾ പാലത്തിൻ്റെ ബീമുകളിലും പില്ലറുകളിലും ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും പിടിച്ചെടുക്കാൻ കഴിയുന്ന മീറ്ററുകളാണ് പാലത്തിന് താഴെ സ്ഥാപിക്കുന്നത്. മുകളിൽ നിന്നും താഴോട്ടുള്ള ചെറിയ പ്രഷർ വ്യതിയാനം പോലും ഈ മീറ്ററുകളിൽ കണ്ടെത്താൻ സാധിക്കും. ഇത്തരം മീറ്ററുകൾ കൃത്യമായി പാലത്തിന് താഴെ സ്ഥാപിച്ചതിന് ശേഷം അതിന് നേരെ മുകളിലുള്ള പാലത്തിൻ്റെ ഭാഗങ്ങളിൽ വീഡിയോയിൽ കാണുന്നത് പോലെ വലിയ ഭാരമുള്ള അഥവാ ടൺ കണക്കിന് ഭാരമുള്ള വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കി വെച്ച് ഈ ഭാരം പാലത്തിൻ്റെ ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ നിരീക്ഷണം 24 മണിക്കൂറോ അതിന് മുകളിലേക്കോ കടന്നു പോവാറുണ്ട്. 24 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഈ നിരീക്ഷണം പാലത്തിൻ്റെ പില്ലറുകളിലും ബീമുകളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളും പില്ലറുകൾക്കും ബീമുകൾക്കും ഭാരം താങ്ങുവാനുള്ള ശേഷിയും വിലയിരുത്തി പാലത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നു. ഇത്തരത്തിൽ ഭാരപരീക്ഷണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഏതൊരു പാലവും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുള്ളൂ. നമ്മുടെ നാട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു സാധാരണ ലോഡ് ടെസ്റ്റ് രീതിയാണ് ഈ പറയപ്പെട്ടത്. ഇത്തരത്തിൽ പാലത്തിൻ്റെ ഭാരപരിശോധന നടത്തുമ്പോൾ സാധാരണഗതിയിൽ പാലത്തിൻ്റെ റണ്ണിംഗ് കപ്പാസിറ്റിയുടെ ഇരട്ടി ഭാരമുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകളോ മറ്റ് ഭാരമോ ഉപയോഗിച്ചാണ് പാലത്തിൻ്റെ ലോഡ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. 90 ടൺ റണ്ണിംഗ് കപ്പാസിറ്റിയുള്ള ഒരു പാലത്തിൽ 150 ടൺ ഭാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചായിരിക്കും പാലത്തിൻ്റെ ലോഡ് ടെസ്റ്റ് നടത്തപ്പെടുന്നത്. പാലത്തിൻ്റെ റണ്ണിംഗ് കപ്പാസിറ്റിക്ക് ആനുപാതികമായി ലോഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഭാരത്തിലും മാറ്റം വരുന്നതാണ്.